കോക്ക് മകുടം. പുരട്സി തളപതി விஷாலிൻ്റെ மகுடம். அந்த ஆளுக்கு அனாகொண்ட மாதிரி இருக்கு. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വിശാൽ, സ്ക്രീൻ പ്ലേ വിശാൽ. ഇതില് മൂന്ന് തരത്തിലുള്ള വേഷം ചെയ്തിരിക്കുന്നത് വിശാൽ. പുരട്സി ദളപതി. GVP ആണ് ഇതിൻ്റെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. GVPൻ്റെ കരിയറിലെ തന്നെ വേഴ്സ്റ്റ് വർക്ക് ഇത് GVP തന്നെയാണ് ചെയ്യുന്നത് സംശയിച്ചു. അത്രയും കൂതറായിട്ടുള്ള ഒരു ആത്മാർത്ഥത ഇല്ലാതെ ചെയ്താൽ നമുക്ക് തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ അപരാധം കാണിക്കുന്നു. ഇനി ഞാനായിട്ട് ഇതിൽ പണിതിട്ട് എന്താ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ് ചെയ്ത് വിട്ട പോലത്തെ സ്കോറാണ് GVP കൊടുത്തിരിക്കുന്നത്. സോങ്സ് അതുപോലെ തന്നെ. GVPയുടെ വേഴ്സ്റ്റ് വർക്ക് ഏവ ഞാൻ കണ്ണും പൂട്ടി പറയും. ബാക്കി ടെക്നീഷ്യൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് വിശാൽ, പിന്നെ തുഷാര വിജയൻ, അഞ്ജലി അറിയാലോ. അഞ്ജലി ഭയങ്കര എൻ്റെ ഫേവറേറ്റ് നടിയായിരുന്നു കുറേ പടങ്ങളിൽ. പക്ഷെ അഞ്ജലി ഇതിനകത്ത് കാണുമ്പോൾ ഒരു AI ക്രിയേറ്റഡ് അഞ്ജലി ഇപ്പോൾ, അല്ലെങ്കിൽ ഒരുമാതിരി ഫേസ് ലിഫ്റ്റ് നടത്തിയതോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി നടത്തിയതോ എന്തോ ഒരു അഞ്ജലി ഒരു കുശ്ബുവിനെ പോലെ തോന്നും. അഞ്ജലിയാണ് തോന്നണേ ഇല്ല. അങ്ങനെ പിന്നെ തമ്പി രാമയ്യ മറ്റേ തുഷാരയുടെ അച്ഛനായിട്ട്, അത് വിശാലിൻ്റെ അമ്മായി അച്ഛനായിട്ട്. എന്നിട്ട് പറയാണ് ഉങ്ക മാപ്പിളയ്ക്ക് ഡബിൾ മുട്ട ഇருக்கு. പിന്നെ എല്ലാവർക്കും ഡബിൾ മുട്ടയില്ലേ, പിന്നെ ഉങ്ക മാപ്പിളയ്ക്ക് മാത്രം ഡബിൾ മുട്ടയോ? ഇങ്ങനെ ഇപ്പം തമ്പിരാമ ഒരു എക്സ് മിലിറ്ററിയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം റിംഗ് ടോൺ ആക്കി വെക്കുന്ന മരുമോൻ. ആ റിംഗ് ടോൺ അത് കോളിൽ റെക്കോർഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം റിംഗ് ടോൺ ആക്കി വെക്കുന്ന മരുമോൻ. അപ്പൊ ഇതില് വിശാല് മൂന്ന് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കൃപാകരൻ, കൃമികടി കൃപാകരൻ. അതാണ് ഒരു ക്യാരക്ടർ. മെഡിക്കൽ റെപ്പാണ്. ഇവന് ഡോളോ 650 പോരാ, ഇവൻ ഡോളോ 750 വേണം. ഇവന് കോറക്സ് നിരോധിച്ച് കോറക്സ് ഒക്കെ ചെറുപ്പത്തിൽ ഞാൻ കുടിച്ചിട്ടുള്ള, കുറേ കുടിച്ചിട്ട് ഡോസ് അടിച്ച് കിടന്നുള്ള ചെറുപ്പത്തിൽ. പിന്നെ ഇപ്പോൾ കോറക്സ് ഒന്നും കിട്ടാറില്ല. ഒരു കഫ് സിറപ്പ് നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷനിൽ അത് കിട്ടുമില്ല. കാരണം പിള്ളേർ ഇത് മൊത്തം ബോട്ടിലടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അത് പോട്ടെ, അത് വേറെ പരിപാടി. അപ്പോൾ ഇവന് കൃപാകരൻ, കൃമികടി കൃപാകരൻ. അപ്പോൾ ഇതാണ് ഒരു ക്യാരക്ടർ. രണ്ട് ഇവൻ്റെ തന്തയായിട്ടുള്ള മകുടം, ലിംഗായിട്ടുള്ള വിശാലിൻ്റെ കഥാപാത്രം, അച്ഛൻ. കറക്റ്റ് ഫുള്ള് വൈറ്റാണ്. യേശുദാസിൻ്റെ സെറ്റപ്പാണ്. ഫുള്ള് വൈറ്റാണ്. ഫുള്ള് ജെട്ടി ഉൾപ്പെടെ വൈറ്റാണ്. ജെട്ടി കാണിക്കുന്നില്ല, നമ്മൾ ഊഹിക്കാമല്ലോ. ഇത്രയും വൈറ്റ്, ഇവൻ്റെ അംബ്രല്ല വരെ വൈറ്റാണ്. അപ്പോൾ പിന്നെ ഊഹിക്കാമല്ലോ ഇവന് ജെട്ടിയും വൈറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇവൻ ഫുൾ വൈറ്റ് നടക്കുന്ന, ഓൾസോ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയാൻ പറ്റില്ല, ഫുൾ സോൾട്ട് ഇതുപോലെ ഇരിക്കുന്ന ലിംഗയുടെ മോനൊരുത്തൻ. പിന്നെ ലിംഗയുടെ പാസ്റ്റ്. പണ്ട് ഭാഷയിലൊക്കെ രജനീകാന്ത് ചെയ്തിട്ടില്ലേ, ഭാഷയിൽ രജനീകാന്ത് നാനോട്ടോ അവിടെ നിൽക്കണത് ഒരു ഭാഷ, ഒരു രജനീകാന്ത്. പിന്നെ പുറകിലോട്ട് പോയാൽ ഭാഷ ആ ഭാഷയ്ക്ക് മുംബൈയിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ, അതുപോലെ ഇയാൾക്ക്. പക്ഷെ കറക്റ്റ് ഇനി യേശുദാസ് ഒന്നും വിജയ് യേശുദാസ് ഒന്നും പറയില്ല. KG മാർക്കോസ് വന്നാൽ പോലും ഇതുപോലെ ഉണ്ടാവും. അതുപോലത്തെ വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇതുപോലെ ഒരു 3 മണിക്കൂർ 5 മിനിറ്റ് ഉണ്ട്. ഒന്നേ വെറുപ്പിക്കൽ. ഇതിൽ തുടക്കം മുതൽ ഞാൻ പറഞ്ഞില്ല, ഇവൻ മെഡിക്കൽ റെപ്പായിട്ട് വരുന്നു. അപ്പോൾ തമ്പി രാമയ്യ ഇവൻ്റെ, അതായത് ഉങ്ക മാപ്പിളയ്ക്ക് ഡബിൾ മുട്ട ഇരിക്കുന്നു പറഞ്ഞ ഇവനാണ് ഇവൻ്റെ അമ്മായിയപ്പൻ. ഇയാളെ എക്സ് മിലിറ്ററിയോ അങ്ങനെ എന്തോ തേങ്ങയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ള സാധനം പോലെ കാറ് വേണം. ആർക്ക്? മരുമോന് കാറ് വേണം. അപ്പം ഈ വിശാലിന് എങ്ങനെയും കാറ് വാങ്ങിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളെ, ഇനി പറയാൻ പോകുന്ന സംഭവങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവൻ കാറ് വാങ്ങിയിട്ട് ആദ്യം നെക്സയിൽ പോകും. നെക്സയിൽ പോയിട്ട്
ഇവൻ ആദ്യം ഗ്രാൻഡ് വിറ്റാറിലേക്ക് ആയിരുന്നു. അപ്പോൾ ഇവൻ്റെ നെക്സ്റ്റയുടെ പരസ്യം പോലെ ഗ്രാൻഡ് വിറ്റാരയുടെ ഫീച്ചേഴ്സ് മൊത്തം മക്കൾ പറയുന്നു. ഇവന് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുണ്ട്. തുഷാര വിജയൻ വൈഫ്, അത് യങ് വിശാലിൻ്റെ. ഇവൻ്റെ അപ്പനാണ് മറ്റേത് മകുടം ലിംഗം ബുക്ക് ചങ്ങായി മറ്റേതാണ് മകുടം വിശാൽ ഇവൻ്റെ അച്ഛൻ മറ്റേ ഈ ലുക്കിലുള്ള. അപ്പോൾ ഇവർ നെക്സയിൽ പോയ സമയത്ത് ഗ്രാൻഡ് വിറ്റാരയുടെ ഫീച്ചേഴ്സ് ഒക്കെ കാണിച്ചു കൊടുക്കും. അപ്പം ഗ്രാൻഡ് വിറ്റാരയുടെ പരസ്യം പോലെയാണ്. ഇതങ്ങനെ ഉണ്ട്, വെയർ ബാഗ്സ് ഉണ്ട്, മറ്റേ ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട് പറഞ്ഞ് കാണിച്ച്. അപ്പം അത്രയും ഇവന് താങ്ങത്തില്ല, കാരണം അതിന് ഡൗൺ പേയ്മെൻറ്റ് അത്ര അടയ്ക്കണം. അപ്പോൾ പിന്നെ ബലേനോ പിടിച്ച് നോക്കി. അപ്പം എന്ന് ലാസ്റ്റ് നോക്കി ഏറ്റവും വലിയ കോണിച്ചാൽ ഇവന് ഈ ചങ്ങായിക്ക്, ഈ ക്രിമികടി ചങ്ങായിക്ക് സിബിൽ സ്കോർ ഇല്ല. അപ്പോൾ ഇവർ ഓൾറെഡി നമ്മൾ ഇങ്ങനത്തെ ഈ ഷോറൂംസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കയറി വരുമ്പോൾ വെൽക്കം ഡ്രിങ്ക് കിട്ടുമല്ലോ. വെൽക്കം ഡ്രിങ്ക് ഒക്കെ മോന്തിയിട്ടാണ് ഈ അച്ഛനും അമ്മയും 2 മക്കളും ഇരിക്കണത്. അപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് ഇവരടുത്ത ഷോറൂമിലേക്ക് പോകും. ടാറ്റയുടേതോ ഏതോ ഷോറൂമിലേക്ക് പോകും. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. അവിടെ പോയതിന് ശേഷം അവിടെ പോയപ്പോൾ സിബിൽ സ്കോർ ഓക്കെയാണ്, പ്രശ്നമില്ല. പക്ഷേ ഇവൻ്റെ മറ്റേ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഡിനൈ ചെയ്യപ്പെടും. ഇത് കഴിഞ്ഞ് ഇതാണ് ഏറ്റവും വലിയ കോമഡി. ഇത് കഴിഞ്ഞ് ഈ വിശാൽ ഫാമിലിയും കൂടെ ഹോണ്ടയുടെ ഷോപ്പിൽ പോകും. ഇത് ഹോണ്ടേനെ തന്നെ എന്തിനാണ് വെച്ചത് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. ഹോണ്ടയുടെ സ്റ്റാഫ് മൊത്തം ഫ്രണ്ടിൽ നിന്നിട്ട് തടയാണ് അവനെ. ഞങ്ങളുടെ കാർ വാട്സപ്പ് ഗ്രൂപ്പിൽ, കാർ സർവീസ് അല്ലെങ്കിൽ കാർ സെയിൽസ് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെക്കുറിച്ച് ഓൾറെഡി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ഷോറൂംസിലും കാര്യം ഡെയിലി ജ്യൂസ് കുടിക്കുന്നു, എന്നിട്ട് ട്രിപ്പ് പോകുന്നു. അതായത് മറ്റേ നമ്മളെ ഷോറൂമിൽ പോയിട്ട് നമ്മൾ ഇത് എടുക്കുമല്ലോ, ടെസ്റ്റ് ഡ്രൈവ്, അതുപോലെ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്കാഷും ഇല്ല, ജ്യൂസും ഇല്ല, ഒരു തേങ്ങയില്ല, ഉപ്പ് നാരങ്ങ സോഡ മാത്രം. നിങ്ങളോട് കയറണ്ട, നിങ്ങൾ തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞു ഹോണ്ട പറയാണ്. ഹോണ്ട പറഞ്ഞ സമയത്ത് വിശാലിൻ്റെ മോള് വന്നിട്ട് ഈ ഉപ്പ് നിറഞ്ഞ സോഡയങ്ങ് വലിച്ചങ്ങ് കുടിക്കും. എന്നിട്ട് ബാക്കി കുറച്ചങ്ങ് എന്ന് പറഞ്ഞ് തുപ്പിക്കണിട്ട് നിങ്ങൾ കാറും വേണ, നിങ്ങൾ ഓഫറും വേണ, നിങ്ങളൊന്നും വേണ പറഞ്ഞിട്ട് മോശം സാധനം. അയ്യോ ഇത് അങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടോ? ഇല്ല, മറ്റേ ഓക്കെ, മേ ബി ഓർ മേ നോട്ട് ബി. ഇതൊക്കെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുക, ഇവരെ അപമാനിക്കുക. നിങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ അല്ലെങ്കിൽ സ്ക്വാഷ് കുടിക്കാൻ അല്ലെങ്കിൽ ഒരു കെമിക്കൽ സാധനം കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരുവാണെന്ന് ഫാമിലിക്ക് റിപ്പോർട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ചങ്ങയ്ക്ക് മനസ്സിലായി സിബിൽ സ്കോർ കാരണം ഇവൻ 2 മാസം മുമ്പേ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അടയ്ക്കാൻ പറ്റാത്ത ഇവനാണ് ഈ ഷോറൂമിൽ കാര്യം ഇറങ്ങിയത്. അവരെ കുറ്റം പറയാൻ പറ്റൂല. ലാസ്റ്റ് ഇവനൊരു സെക്കൻഡ് ഹാൻഡ്, ഇവൻ്റെ അടുത്ത് എന്തോ ചില്ലറ 6 ലക്ഷം 7 ലക്ഷം റുപ്യുണ്ട്. ലാസ്റ്റ് ഇവനൊരു സെക്കൻഡ് ഹാൻഡ് ഒരു സ്ഥലത്തുനിന്ന് ഒരു യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് ഒരു BMW വാങ്ങിക്കും. BMW കുറേ സീരീസ് സാധനം വാങ്ങിക്കും. അവിടെ നിന്ന് മുതൽ ഇവൻ്റെ ലൈഫിൽ പ്രശ്നം തുടങ്ങാം. മനസ്സിലായില്ലേ? ലാസ്റ്റ് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് മാറി വെടിവെച്ചിട്ട് ഇവന് വെടിയും കൊണ്ടിട്ട് ഇവൻ്റെ മോളും മരിച്ച്, ഇവൻ്റെ ഭാര്യ മരിച്ചിട്ട് ഇവൻ മോനെയും കുട്ടി ചതുപ്പ് നിലത്ത് കൂടെ നമ്മളെ കൊടൈക്കനാലിലെ കാണൂലേ, അത് ഓടിപ്പോകുന്ന സമയത്ത് ഈ മരപ്പൊട്ടം പറയുവാണ് ഈ വിശാലിൻ്റെ அந்த விஷாலுக்கு அனாக்கோண்ட மாதிரி இருக்கு, பிரெயின்ல ஒன்றும் இல்லை. അനാക്കോണ്ട മാതിരി ഇരിക്ക് വിശാലക്ക്, ബ്രെയിനിലൊന്നും ഇല്ലെന്ന് ഈ പടം കണ്ട മനസ്സിലാണ്. ഇവനാണ് ഡയറക്ടർ, ഇവനാണ് സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. ഇവന്റെ മോനോട് പറയാണ്, ഇവന്റെ മകളും ഭാര്യയും മരിച്ചു, ഇവന്റെ മോനോട് പറയാണ് ഷൂസ് തിരിച്ചിടാൻ. എടാ ഷൂസ് എങ്ങനെയാണ് തിരിച്ചിടാൻ പറ്റുന്നേ? മനുഷ്യന്റെ ഫീറ്റിന് ഇനി ഫൂട്ടിന് അതെങ്ങനെ തിരിച്ചിടുക? നിങ്ങൾക്ക് ഒരു ചെരുപ്പുണ്ടോ, ഷൂസ് ഉണ്ടോ? നിങ്ങളൊന്ന് ഓക്കെ, ചെരുപ്പ് ചിലപ്പം തിരിച്ചിടാൻ പറ്റുമായിരിക്കും. ഷൂസ് എങ്ങനെയാ തിരിച്ചിടുക? ഷൂസ് തിരിച്ചിട്ട് ഓടാൻ പറയാം. എന്താ കാരണം? ഷൂസ് തിരിച്ചിട്ട് ഓടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ മാറും. നമ്മൾ തിരിച്ചിട്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലോട്ടാണ് പോകണമെങ്കിൽ ഫുട് പ്രിൻസ് കാണിക്കുക പുറകിലോട്ടാണ്. അപ്പം വില്ലന്മാരെ മാറ്റി നിർത്താലോ. വിശാലേ പുരട്സി ദളപതിയോ? അയ്യോ എന്നവാനാളുക്ക് സമയം നീ എന്നെങ്ക
എന്നെങ്കേ എന്നെങ്കേ ഇതുപോലത്തെ ഒരു തീട്ടപ്പട റിപ്പീറ്റ്. ഞാൻ ഇതിന് മുൻപ് കുറച്ച് സിനിമ കുറിച്ച് മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു തിട്ടപ്പടം ലൈഫിൽ ഞാനും അപൂർവമായിട്ട് കണ്ടു. അത്രയ്ക്ക് എന്തൊക്കെ അപരാധം കാണിച്ചു വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ലിംഗ ഇവൻ്റെ മകുടം ഉണർന്നു. എന്നിട്ട് ഇവൻ്റെ അച്ഛൻ്റെ മറ്റേ ഇതാ ഈ ലുക്കുള്ള ഇവൻ്റെ അഭ്യാസം. അവിടെയാണ് അഞ്ജലി വരുന്നത്. അന്നപൂർണേശ്വരിയുടെ ക്യാരക്ടർ വരുന്നു. ഇവള് മീൻ വിൽക്കുവാണ്. വിശാഖപട്ടണത്തങ്ങാണ് മീൻ വിൽക്കുന്നു. ഒരു മാർക്കറ്റിൽ ഇതിന് മനുഷ്യന്മാർ വേണ്ടേ മീൻ വാങ്ങാന്? ഇത്രയും മീൻ വിൽക്കുമല്ലേ? ഇത് റോഹും കടലയും പോലത്തെ ഊമ്പിയ മീനെ വെക്കുന്നേ ഈ പടത്തിനകത്ത്. അവിടെ ഒരു മനുഷ്യന്മാരില്ല. അവിടെ ഫുൾ ടൈം ഇങ്ങനെ കോമാളിത്തരം അറ്റ് ഇറ്റ് സ്പീക്ക്. വിശാലും ഈ പറഞ്ഞ ജോൺ വിജയും മറ്റേ പുള്ളിയുള്ള എല്ലാത്തിനും പണക്കാരനെ അഭിനയിക്കുന്ന ജയപ്രകാശ്. അയാളിത് എത്ര പണക്കാരനല്ല, കുറച്ച് താഴെയാണ്. പണ്ട് DQന്റെ പടത്തിൽ ഒരാൾ തിടന്നെന്ന് കണ്ടിട്ട് സങ്കടപ്പെട്ട ആളില്ലേ, അയാളാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട്. ഉസ്താദ് ഹോട്ടലിൽ അവിടെ ഒത്തിരി ആൾക്കാർ. ഇത് എന്തൊക്കെ അപരാധാ. ഇതാണ് ഈ സോങ്. ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റില്ലേ, ആ സാധനം അത് വെച്ചിട്ട് പിന്നെ വക ഡാൻസ് പരിപാടി വെറുപ്പിക്കഴിഞ്ഞ് നന്മ മരം. സ്കൂൾ കുട്ടികൾക്ക് ഫീസ് കൊടുക്കുന്നു, സ്കൂൾ കുട്ടികളെ ഉപദ്രവിച്ച് ഇടപെടുന്നു. അയ്യോ വിശാലിൻ്റെ ചേഷ്ടകൾ കാണണം. ലൂസിഫർ ലാടൻ പറഞ്ഞിട്ടുണ്ട്, അത് നീ ചെയ്യില്ല, അത് ആരും ചെയ്യില്ല എന്ന സാധനം പറഞ്ഞിട്ടുണ്ട്. അതേ സാധനം കോപ്പി അടിച്ചതിനകത്ത്. ഇത് മയക്ക് വരുന്നത് നക്കോട്ടിക്സ്, അത് ഡേർട്ടി ബിസിനസ് ആണ് ഞാനേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ അതല്ല. ഇവർ പറയുവാണ് ഇന്ത്യയിൽ ആക്സിഡന്റ് ഉണ്ടാവാൻ കാരണം, ഇന്ത്യയിൽ റോഡ് ആക്സിഡന്റ് ഉണ്ടാവാൻ കാരണം, ഇന്ത്യയിൽ ഓടുന്ന വാഹനങ്ങൾ മൊത്തം ഇടിക്കാനും മറയാനും പൊട്ടിത്തെറിക്കാനും കാരണം മൊത്തം ചൈനക്കാരാണ്. നമുക്ക് കിട്ടുന്ന മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് സ്പെയർ പാർട്സ് ആണ്. ഇത് ഓട്ടോമൊബൈൽ സ്കാം ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നതിൻ്റെ പൊന്നെ. ഇതിനകത്ത് നടന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂർ 5 മിനിറ്റ് പച്ചയ്ക്ക് വരാതിരിക്കുക. നമ്മൾ കണ്ടു തന്നെ അനുഭവിക്കേണ്ട സാധനം അത്. ഇതിലെ വില്ലന്മാരുടെ പേരൊക്കെ വൻ കോമഡിയാണ്. ചേര, മറ്റവന് മണ്ടിലി നടായിരുന്നു. ചേരയുടെ കൂടെയുള്ള വില്ലൻ മണ്ടിലി. ഇത്ര കുണ്ണൂർ ജയ്, ഇങ്ങനെ പണ്ട് സാബുണ്ണനൊക്കെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ബിരിയാണിയൊക്കെ ഇങ്ങനെ വിളമ്പേച്ച് കൊടുക്കുക. ഇങ്ങനെ ബിരിയാണിയൊക്കെ വിളമ്പേച്ച് കൊടുക്കുക. ഇയാൾ ലോകേഷിൻ്റെ കുറേ പടം കണ്ടിട്ടുണ്ട്. ബിരിയാണി സെറ്റപ്പ്, റെട്രോ സെറ്റപ്പ് എല്ലാം കണ്ടിട്ട് അങ്ങനെ മറ്റേ താലത്തിൽ ബിരിയാണി വെച്ച് കൊടുക്കുന്നു. മറ്റേ അബു സലിമിക്കാണ് മെയിൻ വില്ലൻ. സാബുണ്ണനും ഉണ്ട്, മെയിനായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ ഇവരുടെ ഡയലോഗ് ഡെലിവറി ഇവരൊന്നുമല്ല ഡബ് ചെയ്യുന്നത്. ഇങ്ങനത്തെ അതായത് ഇവരെല്ലാം ഡബ് ചെയ്തിരിക്കുന്നത്. ഇവര് സാബുണ്ണൻ, അതുപോലെ തന്നെ അബു സലീമൊക്കെയാണ് മെയിൻ വില്ലൻ. പിന്നെ മറ്റേ അജയ് പുള്ളിയും കൂടെ. ഇങ്ങനത്തെ പരിപാടികൾ ഒരു വശത്ത്. ഇതിൽ വിശാലിൻ്റെ മോൻ, അതായത് മറ്റേ യങ് വിശാലിൻ്റെ മോൻ ബ്രാഹ്മണനാണ്. എന്താ പൂണൂലൊക്കെ ഇട്ടിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ, ബ്രാഹ്മണനായിക്കോട്ടെ, ആർക്കൊരു ബുദ്ധിമുട്ടില്ല. സന്തോഷം നമ്മോവാകം. ബ്രാഹ്മണൻ കാവണല്ല മിനിമം. അത് കഴിഞ്ഞിട്ട് എന്നെ പെറ്റവളെ എന്ന് പറഞ്ഞ തമ്പിരാമയ്യ കരയുന്നുണ്ട്. തമ്പിരാമയുടെ മോളാണ് തുഷാര. അപ്പൊ അവിടെ എന്തിനാണ് എന്നെ പെറ്റവളെ വിളിക്കുന്നത്? അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴയ കാലത്ത് നടക്കുന്ന പരിപാടിയാണ്. അന്ന് മൊബൈലൊന്നുമില്ല. അപ്പോൾ അത് വാക്ക്മാനാണുള്ളത്. വാക്ക്മാൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്ത് നമുക്കറിയാം. ടാപ്പ് റെക്കോർഡർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അപ്പോൾ ഈ വാക്ക്മാനകത്ത് കാസറ്റ് ഇട്ടിട്ട് പിന്നെ അത് ഇളയരാജേൻ്റെ സോങ്ങാണ്. അപ്പോൾ നമ്മൾ കാലി കാസറ്റ് ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണേൽ റെക്കോർഡ് ചെയ്യാം. അല്ലെങ്കിൽ അതിനിടയ്ക്ക് സോങ്സ് കാര്യം വരും. ഓൾറെഡി
സോങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമുള്ള കാസറ്റ് ആണെങ്കിൽ. അപ്പം അങ്ങനെ ഞെക്കിയ സമയത്ത് എന്തോ കാര്യമായിട്ട് പറയും അഞ്ജലി എന്തോ കാര്യമായിട്ട് പറയുകയാണേ. എന്നിട്ട് പറയുന്ന സമയത്ത് ഈ ചങ്ങായി വിചാരിക്കും, ഈ മരപ്പൊട്ടം വിചാരിക്കും അതവിടെ തീർന്നു തീർന്നുകൊണ്ട് അതിനിടയ്ക്ക് ഇളയരാജൻ്റെ പാട്ടൊക്കെ വരും. അപ്പം ഇവന് റെട്രോക്കെ പിടിക്കണം, അതിനുള്ള പരിപാടിയാണ്. അത് കേട്ട് അയ്യോ അത് കേട്ടില്ല. അപ്പം ലാസ്റ്റ് ഇവള് അയ്യോ ആ ആ ഇവര് കിടന്ന് അഭിനയിച്ച് മരിക്കുക, വിശാലും അഞ്ജലിയും കൂടെ. അഞ്ജലി ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഈ ചങ്ങയേ ഡേയ് അനാക്കൊണ്ട മാതിരി ഇരിക്കുന്നതാണ് ആൾക്കാർ പറയണത്. വേറെ വല്ല പരിപാടി നോക്കിക്കൂടെ, ജോണി സിൻസിനെയൊക്കെ പോലെ. ലാസ്റ്റ് ക്ലൈമാക്സിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കളവികളെല്ലാം കൂടെ പറക്കുക, മീൻ പെട്ടുന്ന കത്തി കൊണ്ട് മറ്റേ മനുഷ്യന്മാരെ വെട്ടുക, എന്നിട്ട് അലവ് അടിക്കുക. ഇത്രയും നാൾ നമ്മൾ മീൻ വെട്ടി മനുഷ്യന്മാർക്ക് കൊടുത്തു, ഇനി നമ്മൾ മനുഷ്യന്മാരെ വെട്ടി മീനിന് കൊടുക്കുക പറഞ്ഞിട്ട് കുറേ കളവികൾ പറക്കുക. നിങ്ങൾ ജസ്റ്റ് നോക്കണേ, എയർലൈനെ പറന്ന് കളിക്കുക ഈ പരട്ടക്കളവികൾ. തീര